ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് അല്ല, ഈ വ്ളോഗ് തുടങ്ങിയപ്പോൾ ഉച്ചയായി സമയം. ഞാൻ ചോറിനാൻ പോവാണ്. അപ്പോൾ ഇന്ന് പരിപ്പ്, അതേപോലെ തന്നെ പപ്പടം, കൈപ്പയ്ക്ക, അങ്ങനെ കുറച്ച് കറികൾ, പിന്നെന്താണ് വേറെ എന്താണ്ട് കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് കറികൾ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് വ്ളോഗ് തുടങ്ങുന്നത്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. രാവിലെ നമ്മൾ പതിവ് പോലെ തന്നെ ജിമ്മിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കൂടി കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മതി, അപ്പോൾ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും കാണിക്കുന്നതിനാ ചെയ്യാൻ, പിന്നെ പ്രത്യേകിച്ച് തന്നെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസ് എടുക്കാണ്ട്, കാരണം അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവാറുണ്ട് വീഡിയോസ്, റീൽസൊക്കെ. പക്ഷേ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തൊക്കെ കഴിഞ്ഞു. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിടണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ വന്നൊരു റീല് ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ബ്ലാക്ക് ഹുഡ് ഇട്ടത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടികൾ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ട്. ഫോട്ടോസ് അതിനകത്ത് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് എടുക്കണ പോലത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. സ്റ്റുഡിയോയിൽ എടുക്കണ പോലെ ഒന്നും ആവില്ല, നമ്മൾ ജസ്റ്റ് മൊബൈലിൽ എടുക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് റെഡ് ക്ലോത്തൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു റെഡ് ക്ലോത്താണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റെഡ് ക്ലോത്ത്. ഇത് നമ്മൾ മീഷോന്നോ ആമസോണിൽ നിന്നാണ്ട് വാങ്ങിച്ചാണ്. ഏകദേശം 200 രൂപയ്ക്ക് താഴെയൊക്കെ പ്രൈസ് റേഞ്ച് വരുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ജനലേം അല്ലെങ്കിൽ നമ്മുടെ വാതിൽമൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ വന്നിട്ട് എടുക്കാൻ പോകുന്ന ഫോട്ടോസിൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചാൽ ഒരു ബ്ലാക്ക് ബാഗി പാൻറ്റാണ്. അതേപോലെ തന്നെ ഇതൊരു HRXൻ്റെ ഒരു ടീഷർട്ടാണ്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷൂസാണ്. ഒരു നൈക്കിൻ്റെ വൈറ്റ് ഷൂസ്. ഇത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൊളാബായിട്ട് അയച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇതിട്ടിട്ടാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ സംഭവങ്ങളുണ്ടാവില്ല, ഒരു കുഷിയനൊക്കെ പോലത്തെ അതേപോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതാണിത്. പിന്നെ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഉള്ളൊരു സംഭവമാണ്. ഇത് നമുക്ക് സ്റ്റോറേജ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് മൊത്തം സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ HRXൻ്റെ ഒരു യെല്ലോ കളർ ടീഷർട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ബാഗി പാൻറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഷൂസാണ് നമ്മൾ ഇടുന്നത്. ഉള്ളിലൊരു ഗ്രീൻ കളറൊക്കെ ഉണ്ട്, നൈക്കിൻ്റെ ഷൂസാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഇനി കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഇത് മെല്ലെ വാതിൽമിട്ടാൽ മതി. ഇതാണ് നമ്മുടെ ഷൂസ് സെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ആയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലോത്ത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റെഡ് കളർ ക്ലോത്ത്, പ്ലെയിൻ ക്ലോത്താണ്. അപ്പോൾ ഇതെടുക്കുക, ജസ്റ്റ് വാതിൽ ഇങ്ങനെ തുറക്കുക. ഇതിൻ്റെ ഇടയിൽ ഇതേപോലെ സെറ്റ് ചെയ്താൽ മതി. അതിന് ശേഷം വാതിൽ ജസ്റ്റ് ഇങ്ങനെ അടയ്ക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ക്ലോത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. റെഡ് കളർ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. പിന്നെ മുന്നിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. അതായത് ശരിക്കും ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത പോലെ നമുക്ക് കിട്ടും. ഇരുന്നിട്ടൊക്കെ ഉള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് റൂമിലോട്ട് വന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് റീലാക്കി അപ്ലോഡ് ചെയ്യണം. അത് ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും അപ്ലോഡ് ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്റ്റുഡിയോയിലത്തെ പോലെ ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ AI വെച്ച് എൻ്റെ ഫോട്ടോ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാനിട്ട ആ സെയിം ഡ്രസ്സ് ഇട്ടിട്ട് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു AI വെച്ചിട്ടൊരു ഫോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലത്തെ ഫോട്ടോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഇതേപോലത്തെ ഫോട്ടോ ഒന്നും കറക്റ്റ് കിട്ടില്ല, കാരണം അത് നല്ല ലൈറ്റിംഗ് സെറ്റപ്പിൽ നല്ല ക്യാമറയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത ഫോട്ടോ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് മൊബൈലിൽ ചെറിയ സെറ്റപ്പിൽ ചെയ്ത ഫോട്ടോ ആണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്തൊക്കെയാണ്. ഇഷ്ടംപോലെ പല കളറിലുള്ള ക്ലോത്തുകൾ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. 200-300 രൂപയ്ക്ക് താഴെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സെയിം ബാക്ക്ഗ്രൗണ്ട് ആവാണ്ട് എല്ലാ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയിൽ ഇതേപോലെ ക്ലോത്തൊക്കെ ഇട്ട് അടിപൊളിയാക്കി നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും അതുകൊണ്ടായാലും നമുക്ക് എന്തായാലും ചെറിയൊരു ഫോട്ടോഷൂട്ട് വ്ളോഗാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു അടിപൊളിയായിട്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.